ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബമ്പ്, ഡിസ്പ്ലേസ് തുടങ്ങിയ രണ്ട് സംഭവം. ഒന്ന് മോഡലിംഗിൽ വരുന്നതാണ്, ഒരെണ്ണം മെറ്റീരിയൽ വരുന്നതാണ്. അതുകൂടാതെ നമുക്ക് വീറെ മെറ്റീരിയലിൽ വരുന്ന ക്രോം ഫിനിഷ് വരുന്ന ഒരു സ്റ്റീൽ അഥവാ അലൂമിനിയം പോലത്തുള്ള മെറ്റീരിയൽ കൊടുക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യുന്നത്, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിലാണ് കാണിക്കുന്നത്, കാരണം മോഡൽ മൊത്തം വരയ്ക്കാനുള്ള സമയം നമ്മൾ എടുത്തില്ല. സോ ജസ്റ്റ് ഒരു പ്ലെയിനിൽ ഞാനത് അപ്ലൈ ചെയ്ത് കാണിക്കുവാണ്. സോ അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ രണ്ട് ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് റെൻഡറിങ്ങിൽ റെൻഡർ സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീറെ 5 എന്ന് പറയുന്ന വേർഷനാണ്. ഇവിടെ വീറെ 5 ആയാൽ മതി. അത് കഴിഞ്ഞിട്ട് വരുന്ന സംഭവം കുഴപ്പമൊന്നുമില്ല, അത് ഏത് വേർഷനാണ് കുഴപ്പമില്ല. ഈവൻ 5 തന്നെ വേണമെന്നില്ല, 4 ആയാലും 6 ആയാലും അതിൽ നമ്മുടെ സെറ്റിങ്സുകളിലൊന്നും അധികം ചേഞ്ച് വരുന്നില്ല. പിന്നെ അത് നമുക്ക് ബേസിക് സെറ്റിങ്സ് ആണ് ഇത് കിടക്കുന്നത്. 720 ഫോഴ്സ് ടു സൈഡഡ്. അത് രണ്ട് സൈഡ് ഷെയ്ഡിങ് കാണാനാണ്. ഒബ്ജക്റ്റ് നമുക്ക് ഫ്രണ്ട് മാത്രമേ കാണുന്നുള്ളൂ, ബാക്കും കാണേണ്ടി വന്നാൽ റെൻഡറിങ്ങിൽ അത് ഫോഴ്സ് ചെയ്യുന്നതിനാണ് ഫോഴ്സ് ടു സൈഡഡ് എന്ന് പറയാം. നമുക്ക് ഫയൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ ചെയ്യുന്നില്ല. വീറയിൽ നമുക്ക് ചെയ്യുന്നത് പ്രോഗ്രസീവ് റെൻഡർ അല്ല, ബക്കറ്റ് റെൻഡറിങ് ആണ്. ഇവിടെ സബ്ഡിവിഷൻ ഹൈ ആണ് കിടക്കുന്നത്, അപ്പോൾ ജസ്റ്റ് ബേസിക് ആയതുകൊണ്ട് 8 ഇട്ടാൽ മതി. നോയ്സ് എന്തായാലും നമ്മൾ വീറെ ചെയ്യുമ്പോൾ റെൻഡറിങ്ങിൽ നോയ്സ് ഉണ്ടാവും, സോ 0.001 ഇട്ടേക്കാം. ബക്കറ്റിൻ്റെ വിഡ്ത്ത്, അതായത് നമുക്ക് പിക്സൽ ബേസ്ഡ് ആയിട്ടായിരിക്കും വരാം, ഒരു സ്ക്വയർ ഷേപ്പ് ആണ്. അപ്പോൾ അതിൻ്റെ കണ്ട താഴത്തെ ഭാഗം ലോക്ക് ചെയ്ത് വെച്ചേക്കണം, അപ്പോൾ റെക്ടാങ്കിൾ ആയി പോകും, അതുകൊണ്ട് അവർ ലോക്ക് ചെയ്തേക്കാണ്. ഇതിൻ്റെ സൈസ് കുറച്ച് കഴിഞ്ഞാൽ അത്രയും ചെറിയ ബക്കറ്റ് വരും, പക്ഷേ നമ്പർ ഓഫ് പിക്സലിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഒരു 32 ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി എണ്ണം നമുക്ക് അതനുസരിച്ച് കുറയും, കാരണം സൈസ് കൂടുമ്പോൾ എണ്ണം കുറയും, കുറയുമ്പോൾ എണ്ണം കൂടും. അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. ബേസ്ഡ് ഓൺ ദ റാം നമുക്ക് അഡീഷണൽ കൂടുതൽ റാം ഉണ്ടെങ്കിൽ കൂടുതൽ പിക്സലിൻ്റെ റെൻഡറിങ് ഏരിയ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. വേറൊന്നിലും നമ്മൾ അധികം ചേഞ്ച് ഒന്നും ഞാൻ വരുത്തുന്നില്ല, കാരണം ബേസിക് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ GI ഓൺ ആക്കണം. അല്ല, ലൈറ്റ് ഇടുന്നില്ല, വെറുതെ ചെക്കിംഗ് ആണ്. ഇപ്പോൾ ഇത് ബേസിക് മോഡൽ ആയതുകൊണ്ട് ഞാൻ ലൈറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് GI ഓഫ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. താഴത്തുള്ള എല്ലാം ഓട്ടോമാറ്റിക്കലി ഓഫും, കാരണം ഇത് ഓൺ ആയാലാണ് താഴത്തുള്ള സെറ്റിങ്സ് കിട്ടുക. വേറെ റെൻഡറിങ് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത് എങ്ങനെ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ മുകളിൽ നിന്ന് താഴത്തോട്ട് റെൻഡർ ചെയ്ത് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ചെക്കർ എന്ന് പറയുമ്പോൾ ചെസ് ബോർഡ് പോലെ ഒന്നിടെ വിട്ട് റെൻഡർ ആവുക. സ്പൈറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നടുക്കുന്ന കറങ്ങി ഒരു മെമ്മറി പോകുന്ന പോലെ കറങ്ങിയായിരിക്കും റെൻഡർ ആയി വരിക. ഒരു കർവ് പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രിബുലേറ്റർ കർവ് പോലെ എടുക്കാം. അങ്ങനെ ട്രിയാങ്കുലേഷനും ഉണ്ട്. ട്രിയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ത്രികോണ ഷേപ്പിൽ നമുക്ക് അതായത് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ എടുത്ത് ഇതിലെടുത്ത് വന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ത്രികോണ ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും അത് റെൻഡറായി കംപ്ലീറ്റ് ആയി വരിക. ഇതിൽ ഏറ്റവും ഫാസ്റ്റ് സ്പൈറൽ ആയതുകൊണ്ട് ഐ ജസ്റ്റ് ചൂസ് സ്പൈറൽ. ഓക്കെ, പിന്നെ ബേസിക് സെറ്റിങ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഉള്ളിലോട്ട് എടുക്കാം. ഇതിനകത്ത് നമുക്ക് ഒബ്ജക്റ്റിൽ നമുക്ക് മെറ്റീരിയൽ എഡിറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഇവിടെ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് റെൻഡറിങ്ങിൽ മെറ്റീരിയൽ എഡിറ്റർ എടുക്കാം. സോ ഞാൻ ഇതിനകത്ത് ആദ്യം രണ്ട് ഒബ്ജക്റ്റിലും സിമിലർ കളറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഒന്നാമത്തെ സ്ലോട്ടിന് എടുത്തിട്ട് വലിച്ച് രണ്ടാമത്തിലേക്ക് ഇട്ടു. ഇപ്പോൾ രണ്ടും ഒരേ കളർ തന്നെ നമുക്ക് സ്ലോട്ടിൽ കിട്ടി. ഇതിനെ സാമ്പിൾ സ്ലോട്ട് അഥവാ സാമ്പിൾ വിൻഡോ എന്നാണ് അതിനെ വിളിക്കുക. ഇതിനകത്ത് നമുക്ക് ചിലപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ 6x4 നമുക്ക് ആക്കാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാക്സിമം 24ഓളം സാമ്പിൾ സ്ലോട്ട് നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി അവൈലബിൾ ആണ്. ഇതിൽ ഒന്നാമത്തെ പേര് ഞാൻ കൊടുക്കുന്നു ഡിസ്പ്ലേസ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. രണ്ടാമത്തേൽ ഞാൻ കൊടുക്കുകയാണ് ബമ്പ് എന്ന് പറഞ്ഞത്. ഇതിൽ ബമ്പ് എന്ന് പറയുന്നത് മെറ്റീരിയലിനും ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് മോഡലിലുമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഫ്രസ്നൽ റിഫ്ലക്ഷൻ രണ്ടിൽ ഓഫ് ചെയ്യണം, കാരണം ഗ്ലാസ് ആണെങ്കിൽ മാത്രമേ ഫ്രസ്നൽ റിഫ്ലക്ഷൻ്റെ ആവശ്യമുള്ളൂ. ഒരു മീഡിയത്തിലൂടെ നമ്മൾ ലൈറ്റ് സോഴ്സ് തട്ടിക്കഴിയുമ്പോൾ തിരിച്ചു വരുന്നതിന് റിഫ്ലക്ഷൻ എന്നും കടന്നു പോകുന്നതിന് റിഫ്രാക്ഷൻ എന്ന് പറയും. ഇപ്പോൾ റിഫ്ലക്ഷനോ അങ്ങനെ ഒന്നും നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല, ചെറിയൊരു മോഡൽ ബേസ്ഡ് ആയതുകൊണ്ട്. ഇത് രണ്ടും ഞാൻ ഓഫ് ചെയ്തിടുവാണ്. അതാണ് നമ്മൾ മെറ്റീരിയൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒന്നാമത്തേൽ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ നേരെ ഡിസ്പ്ലേസിനെ വലിച്ച് ഇതിനകത്തോട്ട് ഇട്ടു, ബമ്പിനെ വലിച്ച് ഇതിനകത്തോട്ട്. സോ കളേഴ്സ് രണ്ടും സെയിം ആണ്. നമുക്കിവിടെ എഡ്ജഡ് ഫേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെഗ്മെന്റ്സ് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. മോഡിഫൈ എടുത്താൽ കാണാൻ പറ്റിയ 4 വെച്ച സെഗ്മെന്റ് ആണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം ഞാനൊരു 45 സെഗ്മെന്റ്സും കൊടുത്തു, അപ്പോൾ അത്രയും സെഗ്മെന്റ്സ് അവിടെ കിട്ടി. നമുക്ക് കൊടുക്കുന്ന ഒരു ഇമേജിന്റെ ക്ലാരിറ്റിയോടുകൂടെ നമുക്ക് പുറത്തോട്ട് തള്ളി വരുന്നതിനെയാണ് ഡിസ്പ്ലേസ് എന്ന് പറയാം. ആക്ച്വലി ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജിന്റെ സഹായത്തോടു കൂടി ഒരു സർഫേസിനെ എംബോസ് ഓർ എൻഗ്രേവ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഡിസ്പ്ലേസ് ഉപയോഗിക്കുക. അതിന്റെ മാക്സിമം സെഗ്മെന്റ്സ് നമുക്ക് എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേസ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയുവാണെങ്കിൽ ഒരു രൂപ കോയിൻ്റെ ആ ഒന്നെന്നുള്ളത് ഇങ്ങനെ പുറത്തോട്ട് തള്ളി വന്നിരിക്കുന്ന രീതിയാണ് എംബോസ് എന്ന് പറയാം. ലൈക്ക് നമുക്ക് ഈ പള്ളികളുടെയൊക്കെ ഫ്രണ്ടിൽ ജീസസിന്റെ ഒക്കെ മോഡലുകൾ നമുക്ക് ഇങ്ങനെ എംബോസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് നമുക്ക് ഡിസ്പ്ലേസിൽ എൻബോസ് എന്ന് പറയാം. എൻഗ്രേവ് എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞിരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു വീടിന്റെ ഫ്രണ്ട് ഡോർ നമുക്ക് ഒരു ഡോർ പാനൽ എടുത്തതിന് ശേഷം അതിനകത്ത് നമുക്കൊരു
ഗണപതിയുടെയോ അല്ലെങ്കിൽ ഒരു പൂവിൻ്റെയൊക്കെ നമുക്ക് ഭാഗം പോലെ വരച്ചിട്ട് അതിനെ കാർവ് ചെയ്യും ഇല്ലേ? അപ്പോൾ കുഴിഞ്ഞിരിക്കുന്നത് പോലെ കാണാൻ പറ്റും. അതിനെയാണ് എൻഗ്രേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമേജിന്റെ സഹായത്തോടെ നമുക്കൊരു മോഡലിനെ എംബോസ് ചെയ്യാനും എൻഗ്രേവ് ചെയ്യാനും നമ്മൾ ഈ സംഭവം യൂസ് ചെയ്യുന്നു. സോ ഞാനത് സെഗ്മെന്റ്സ് എത്രത്തോളം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. സോ ബേസിക് 45 വോട്ട് 600 700 800 വരെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിടാവുന്നു. കാരണം പ്ലെയിനിൽ നമുക്ക് മാക്സിമം ഉപയോഗിക്കാവുന്ന സെഗ്മെന്റ്സ് 1000 ആണ്. ഒരു ബോക്സ് ആണെങ്കിൽ നമുക്ക് മാക്സിമം 200 വരെ സെഗ്മെന്റ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. സോ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്തൊരു ഇമേജിന് സഹായം വേണം. സോ നമുക്ക് മോഡിഫയേഴ്സിൽ പാരബിൾ ഡിഫോമേഴ്സിൽ ഇവിടെയാണ് ഡിസ്പ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കിടക്കുന്നത്. ഡിസ്പ്ലേസ് കണ്ട ഈ പടത്തിൽ തന്നെ കാണാൻ പറ്റും. ഒരു പ്ലെയിനിൽ നല്ല സെഗ്മെന്റ് ഒരു ഫിഗർ ആ ഇമേജ് ആഡ് ചെയ്തപ്പോൾ തന്നെ അത് ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേസ് എന്ന് പറയാം. ഈ പ്ലെയിൻ എടുത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെഗ്മെന്റ്സ് കൂട്ടാവുന്നതാണ്. 45 നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടണമെന്ന് നിർബന്ധമില്ല. ഡിസ്പ്ലേസ് നമുക്ക് സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. അതിന്റെ സ്ട്രെങ്ത്, അതായത് എംബോസ് ചെയ്യുന്നത് ഈ സ്ട്രെങ്ത് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴാണ്. രണ്ട് ഓപ്ഷനാണ് അവർ ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഒന്ന് മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് മാപ്പായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്ത് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ബിറ്റ് മാപ്പിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇതിനകത്ത് താൽക്കാലികമായിട്ട് ഞാൻ ഇതിനകത്ത് മെറ്റീരിയൽസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ 3D Max എടുത്താൽ 3D Max മെറ്റീരിയൽസ് കിട്ടും. ഇതുപോലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ ബേർഡ്, ബ്രിക്ക്. എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബ്രിക്കിൻ്റെ ഒരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഇഷ്ടംപോലെ ബ്രിക്സിൻ്റെ ഇമേജുകൾ നമുക്ക് കാണാം. ഇവിടെ ഓൾ ഫോർമാറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഇമേജുകളും നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ഓക്കെ കണ്ടോ, പലതരത്തിലുള്ള കട്ട് സ്റ്റോൺ, സ്റ്റോൺ വർക്ക്, ക്ലാഡിങ് സ്റ്റോണിൻ്റെ ഒക്കെ നമുക്ക് ഡിസൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഒരു പടം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ റഫ്നെസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു കുഴിഞ്ഞായിരിക്കുന്നത്. ഇതിനാണ് എൻഗ്രേവ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കുന്നത്. എൻഗ്രേവ് ഇതിന് പുറത്തോട്ട് വരുന്നതാണ് എംബോസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫിഗർ ഞാൻ എടുക്കുകയാണ്. അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം കണ്ടോ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. ഈ പടത്തിന് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ ഓൾറെഡി അത് അപ്ലൈഡ് ആണ്. ഞാനിപ്പോൾ എഡ്ജിൽ ഫേസ് ഓഫ് ചെയ്യുവാണ്. പകരം ക്ലേ എന്ന് പറഞ്ഞൊരു മോഡൽ എടുക്കും. കാരണം ക്ലേ എന്ന് പറയുന്നത് നമുക്ക് അനിമേഷനിലും മറ്റുള്ള സ്ഥലത്തും 3D Maxൽ ഡെപ്ത് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കാണിക്കുന്നൊരു ഷെയ്ഡിങ് സ്റ്റൈലാണ് ക്ലേ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ സ്ട്രെങ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ക്ലാരിറ്റിയോടെ കാണാൻ സാധിക്കാത്തത് സെഗ്മെന്റ്സിന്റെ കുറവുകൊണ്ടാണ്. സോ ഞാൻ ഏകദേശം ഒരു 450 സെഗ്മെന്റ്സ് ഞാനിവിടെ ഉപയോഗിച്ചതും ഓട്ടോമാറ്റിക് ആ ഇമേജിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നത് കാണാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് ഇത് എത്രത്തോളം കൂട്ടുന്നു, ഇപ്പോൾ 800 കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്കത് കറക്റ്റായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേസിൽ കൊടുക്കുന്ന എമൗണ്ട് അത് വലിയ രീതിയിൽ കൊടുക്കരുത്. പ്ലസ് കൊടുത്താൽ അത് ഫ്രണ്ടിലോട്ടും, മൈനസ് കൊടുത്താൽ അത് ഇങ്ങനെയും കിട്ടും. സോ ഇതാണ് ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്. അത് വലിയ വാല്യൂസ് നമ്മൾ ഉപയോഗിക്കാറില്ല. സോ പെർഫെക്ഷന് വേണ്ടി നമുക്കത് എന്തും ഉപയോഗിക്കാം. അതിപ്പോൾ ബ്രിക്ക് തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഏത് ഇമേജ് വേണം നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ക്യാരക്ടറിന്റെ ഇമേജ് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ, ഒരു ആ വ്യക്തിയുടെ പടമാണ് നമുക്ക് വേണ്ടതെങ്കിൽ, നമുക്കിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഒരു ജ്വല്ലറി ആഡ് ഉണ്ടായിരുന്നു. എക്സാമ്പിൾ ജെ ക്ലിക്ക് ചെയ്തു. സോറി, ജ്വല്ലറി ജെ അടിക്കാം. ഇപ്പോൾ ജ്വല്ലറി ഇമേജസ് ഉണ്ട്. അതിനകത്തൊരു പരസ്യം കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഫോട്ടോ ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. കാണാം കണ്ടോ, ഈ ഒരു ഫോട്ടോയാണ്, ക്യാരക്ടറാണ്. പക്ഷെ നമുക്ക് ആ ഫോട്ടോ അല്ല കാണുന്നത്, അതിൻ്റെ പ്രൊജക്ഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടും. കണ്ടോ, എഫക്റ്റ് ഇടുന്നുണ്ടോ. ഇതിന് ഡെപ്ത് വേണമെങ്കിൽ നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അതിന് സ്റ്റാൻഡേർഡിൽ ഹൈ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ നല്ല ക്ലാരിറ്റി ഉള്ള റിസൾട്ടിലേക്ക് നമുക്കിവിടെ സ്ക്രീനിലോട്ട് ഡെപ്തിലോട് കൂടെ തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ? സോ ഇതേ റിസൾട്ട് ഇത് മോഡലിൽ ഇത്രയധികം സെഗ്മെന്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കാരണം F4 അടിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അത്രയധികം സെഗ്മെന്റ് നമുക്ക് ഇതിനകത്ത് യൂസ്ഡ് ആണ്. കണ്ടോ, ഓരോ ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്ന സെഗ്മെന്റിന്റെ കൗണ്ട് ആണ് അതിന്റെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ സ്ട്രെങ്ത് ഓവറായിട്ട് കൂട്ടുവാണെങ്കിലോ കുറയ്ക്കുകയാണെങ്കിലോ അത് നമുക്ക് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയധികം ഏരിയയിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ പുള്ളിക്ക് സാധിക്കില്ല. അപ്പോൾ മാക്സിമം ഒരു 0.5 0.25 0.1 ഒക്കെയാണ് നമ്മൾ നോർമലി ഡിസ്പ്ലേസ് വാല്യൂ ഉപയോഗിക്കാറ്. കമ്പയർ ടു ഡിസ്പ്ലേസ്, ഇത് നമുക്ക് ഡിസ്പ്ലേസിന് പകരം ബമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ യൂസ് വരുന്നത്. അതിനായിട്ട് മെറ്റീരിയലിൽ നമുക്ക് ഏതാണോ ബമ്പിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓൾറെഡി കളർ കൊടുത്തിട്ടുണ്ട്. കളർ നമുക്ക് കാണാം, കാരണം ക്ലേ കൊടുത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഫീൽ കിട്ടുന്നത്. ഡിഫോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റിനെ കണ്ടോ ആ കളറും അതിൻ്റെ ഡെപ്തും കിട്ടും. ഈ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഒക്കെ വീണ്ടും നോർമലായിട്ട് കിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി ഇടുമ്പോഴാണ് ആ ഡെപ്ത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുക. രണ്ടാമത്തേൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇമേജ് തന്നെ എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. അതിനായിട്ട് ബേസിക് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ റോൾ ഔട്ട് ഞാൻ ചെറുതാക്കുവാണ്. ഇവിടെ മാപ്സ് എന്ന് പറഞ്ഞ റോൾ ഔട്ട് കാണും. ഇവിടെ ഡിഫ്യൂസ് ഉണ്ട്, ഇതാണ് എൻ്റെ സർഫേസ് കളർ. നമുക്ക് കാണുന്ന ഭാഗം ഇവിടെ ആയിരിക്കും. ഇപ്പോൾ ബിറ്റ് മാപ്പ് നേരിട്ട് ഇവിടെ കൊടുക്കുവാണെങ്കിൽ ഈ ഇമേജിൽ നേരിട്ട് ഇവിടെ ഫോട്ടോ ആയിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണ്. ഇവിടെ നമുക്കിവിടെ ജനറലിൽ ബിറ്റ് മാപ്പ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ജ്വല്ലറിയുടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആ പെൺകുട്ടിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഷോ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ ഇമേജ് സെയിം റിയൽ ടൈമിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും.
പക്ഷേ ഇതിനകത്ത് ആ റഫ്നെസ്സോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ബാക്ക് അടിച്ചതിന് ശേഷം ഇതിനെ നേരെ കോപ്പി എടുത്തിട്ട് ബമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പേസ്റ്റ് കൊടുത്തു. അത് പേസ്റ്റ് സ്കോപ്പിംഗ് കൊടുക്കാം, ഇൻസ്റ്റൻസ് കൊടുക്കാം. നമുക്കറിയാം ടൈല് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ഇവിടെ അഡ്ജസ്റ്റ് ആണെങ്കിൽ ഇൻസ്റ്റൻസ് കൊടുക്കാം. കോപ്പി ആണെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ഇൻസ്റ്റൻസ് തന്നെ നമ്മൾ യൂസ് ചെയ്ത് വിചാരിക്കാം. ഇപ്പോൾ നോക്കിയേ, ആ ഇമേജിന്റെ സെയിം ഉപയോഗിച്ചിട്ട് ഇവിടെ റഫ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി റെൻഡറിങ്ങിലല്ല കാണാൻ, സോറി റെൻഡറിങ്ങിലാണ് ഡിസ്പ്ലേസ് കാണുക, സ്ക്രീനിൽ നേരിട്ട് കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഹൈ ക്വാളിറ്റി കൊടുത്തതുകൊണ്ട് ചിലപ്പോൾ കാണാൻ ഉപകാരപ്പെടും. കാരണം സിസ്റ്റം കോൺഫിഗറേഷൻ ആണ് അതിൻ്റെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഈ 30 എന്നുള്ളത് ഞാനൊരു 450 കൊടുത്തു. ഇപ്പോൾ നോക്കി, ആ റഫ്നെസ് നമുക്ക് സ്ക്രീനിലേ കാണാം. കാരണം ഹൈ ക്വാളിറ്റി കൊടുത്തുകൊണ്ടാണ്. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. റെൻഡറിങ്ങിൽ ഈ ബോൾ പോലത്തുള്ള ഈ വിൻഡോയിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കാണാം. ഇപ്പോൾ നമുക്ക് ബമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ബമ്പാണ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേസിന് സിമിലർ. തൽക്കാലികമായിട്ടൊരു ഇമേജ് കൂടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇമേജിനെ ഓഫ് ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ടിലും ഒരേ റിസൾട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് എഡ്ജിൽ ഫേസ് എടുത്താൽ ഇതിന് 4 സെഗ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം 800 സെഗ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 10 ഇരട്ടി സെഗ്മെന്റ്സ് ആണ്, അതല്ല അതിൽ കൂടുതൽ സെഗ്മെന്റ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമുക്ക് റിസൾട്ടിൽ ഏറ്റവും നല്ലത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ്. പിന്നെ അത് നമുക്കിപ്പോൾ 1900 കൊടുത്താലും, സോറി 9000 900 കൊടുത്താലും പുള്ളി ഒരിക്കലും ഡാമേജ് ആവില്ല. ഇതിന്റെ മാക്സിമം സെഗ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ പ്ലസ് കൊടുത്താൽ ഫ്രണ്ടിലോട്ടും മൈനസ് കൊടുത്താൽ പുറകോട്ടും എംബോസും എൻഗ്രേവും ഇതിനകത്തും യൂസബിൾ ആണ്. മൈനസ് കൊടുക്കാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് നല്ലത്. ഇപ്പോൾ നമുക്കൊരു ഭിത്തിക്ക് കൊടുക്കുന്ന റഫ്നെസ് ആണ് എന്ത് ഉപയോഗിക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. ഫോർ എക്സാമ്പിൾ ഇത് എടുത്തു. ഇതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത അതേ ബ്രിക്ക് തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്നും കൂടി. ഞാൻ ബ്രിക്ക് എടുത്തു. ബ്രിക്കിൽ ഒന്നാമത്തെ ബ്രിക്കിൽ ഈ ഒരു ബ്രിക്കായിരുന്നു, സോറി ഈ ബ്രിക്കാണ് ഞാൻ എടുത്തത്. ഓപ്പൺ ഇവിടെ കിടപ്പുണ്ട്. ഇത് തന്നെ ഞാൻ വലിച്ച് നേരെ ബമ്പിലേക്ക് വലിച്ചിട്ടു. ആസ് ഇൻസ്റ്റൻസ് ഓൾറെഡി ബ്രിക്കിന്റെ പാറ്റേൺ വന്നിട്ടുണ്ട്. വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. സോറി, കാണുന്നില്ല. ഷോ ചെയ്താൽ കാണാം കേട്ടോ. റഫ്നെസ് ഒന്നേനുണ്ടോ? സോ സെയിം റിസൾട്ട് തന്നെ. നമുക്ക് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് സാധാരണ കൊടുക്കുമ്പോൾ ബ്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പടം ക്ലിയർ ചെയ്യാം. ഇത് നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇപ്പൊ എന്താ പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇമേജ് നമുക്ക് കാണുന്ന ഫോട്ടോ ബ്രിക്കാണ്. അതേ ടൈപ്പ് തന്നെ റഫ്നെസ്സും അത് ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ഞാൻ ബമ്പ് ഓഫ് ചെയ്താൽ നമുക്ക് പ്ലെയിൻ ഇമേജ് ആയിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ ബമ്പ് കൊടുത്തപ്പോൾ അതേ ഇമേജ് തന്നെ നമുക്ക് റഫായിട്ട് നമുക്ക് സർഫേസിൽ ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് ബ്രിക്ക് വേണ്ട, തൽക്കാലം കളർ മതി. ഇപ്പൊ നമുക്കൊരു വെള്ള കളറിലാണ് കൊടുക്കണമെങ്കിൽ ഇത് വെള്ളയിൽ കൊടുത്താൽ മതി. സോ അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി ഇത്ര റഫ്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 50 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ. സോ ദാറ്റ് മീൻസ് നമുക്ക് കാണുമ്പോൾ പക്ക റിസൾട്ടിൽ പിന്നെ സ്റ്റാൻഡേർഡ് കൊടുത്ത് കണ്ട നമുക്ക് കാണുമ്പോൾ ഇത് വേണ്ട, നമുക്ക് ക്ലിയർ ചെയ്യാം. കാരണം നമ്മൾ ടെക്സ്ചർ എടുക്കുമല്ലോ, അതുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഡിഫ്യൂസിൽ കൊടുത്തിരിക്കുന്ന വൈറ്റ് ആണ്, അത് കളറായിട്ട് നമുക്ക് കാണാം. പക്ഷെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റി, നമുക്ക് കണ്ടോ ബമ്പായിട്ട് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. സോ ഡിസ്പ്ലേസ് തന്നെയാണ് ബമ്പ് എന്ന് പറയുന്നത്. മോഡലിൽ ഉപയോഗിക്കുന്നതിന് ഡിസ്പ്ലേസ് എന്ന് പറയുന്നു, മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിന് ബമ്പ് എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ബമ്പ് കൊടുത്തിട്ടുണ്ട്, ഷോ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സെഗ്മെന്റ് സ്ട്രെങ്ത് എത്ര കൊടുക്കുന്നു അത്രത്തോളം ക്ലാരിറ്റി കണ്ടോ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അത് പ്ലസും കൊടുക്കാം മൈനസും കൊടുക്കാം. മൈനസ് എത്ര കൊടുത്താൽ അത്ര കുഴിഞ്ഞു വരും. ഓവർ ആക്കണ്ട, ഒരു -150 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് മൈനസ് ചെയ്ത് കൊടുക്കാം. അത്രയും വേണമെന്നും ഇല്ലാന്ന് തോന്നുന്നു. ഐ തിങ്ക് 45 ഒക്കെ ധാരാളമാണ്. അപ്പോൾ ഇപ്പോൾ ഇത് വേണ്ട, എനിക്കൊരു കോൺക്രീറ്റിന്റെ ടെക്സ്ചർ കൊടുത്തു നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഡിസ്പ്ലേസ് എടുത്തിട്ട് നമുക്കൊരു വല്ല കോൺക്രീറ്റിന്റെ ഒക്കെ ടെക്സ്ചർ നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെയൊക്കെ ടെക്സ്ചർ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഡെപ്ത് ആയിരിക്കും കിട്ടുക. ഇപ്പോൾ എക്സാമ്പിൾ ഇതൊരു കോൺക്രീറ്റിന്റെ പോലത്തെ ഒരു ടെക്സ്ചറാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭിത്തിയിൽ എപ്പോഴും ഒരു റഫ്നെസ് ഉണ്ടാവും, കണ്ടിട്ടില്ലേ? ചെറിയൊരു നോയ്സ് ഉണ്ടാവും. ആ നോയ്സ് ആണ് ഇവിടെ അമ്മ കൊടുത്തിരിക്കുന്നത്. സോറി, ഡിസ്പ്ലേസിലാവുന്നത് സ്വാപ്പ് ചെയ്താൽ മതി. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ടെക്സ്ചർ മാറാം കണ്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇത്രയും പവറൊന്നും വേണ്ട, ഒരു -12 കണ്ടോ. അതായത് ഒരു സാധാ പ്ലെയിൻ സർഫേസിൽ ഒരു റഫ്നെസ് നമ്മൾ കൊടുക്കണമെങ്കിൽ ബം മാപ്പിംഗ് ചെയ്താൽ, കാരണം ഇതിന് F4 അടിച്ച് നമുക്ക് കാണാം, സെഗ്മെന്റ്സും ഇല്ല, പക്ക റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ തന്നെ കൊടുക്കാം. ഇതിന്റെ എത്രത്തോളം വാല്യൂ കൊടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട. ചെറിയൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത്ര എഫക്റ്റ് മതി. സോ നമുക്ക് റെൻഡറിങ് വ്യൂവിൽ നമുക്ക് പക്ക ഔട്ടായിരിക്കും നമുക്ക് കിട്ടുക. അത് ലൈറ്റ് IS ലൈറ്റ് ഒക്കെ നമുക്ക് ഇവിടെ വീഴുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു IS ലൈറ്റ്, പിന്നെ IS ലൈറ്റ് ഉണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ ഫീല് നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഭിത്തിയുമ്പോൾ കിട്ടും കണ്ടോ. ആ ഫീൽ നമുക്ക് അടിപൊളിയായിരിക്കും. അതിപ്പോൾ ISന്റെ ഫയൽ ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെക്ക് ചെയ്യേണ്ടി വരും.
IS ഫയൽസ്, സോറി അത് IS ഫയൽ ഇല്ല. IS ഫയൽ ഉണ്ടെങ്കിൽ അത് ലോഡ് ചെയ്യുവാണെങ്കിൽ കുറച്ച് ബെറ്റർ റിസൾട്ട് ആയിരിക്കും. സോ അതിൻ്റെ പവർ ഒന്ന് കുറച്ച് നോക്കാം. എക്സാമ്പിൾ അതൊരു 50 കൊടുത്തു കണ്ടാ. അപ്പോൾ നമുക്ക് ആ ഭിത്തിയും ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് നല്ല ഫിനിഷ് നമുക്ക് ഉണ്ടാകും. അത് റിയൽ ടൈമിൽ എങ്ങനെയാണോ അതേപോലെ കണ്ടാ, അത് ട്യൂബ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിക്കണ പോലെ നമുക്ക് നല്ല ഭംഗിയിൽ ആ റിസൾട്ട് റഫ്നെസ്സോട് കൂടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റിസൾട്ട് തന്നെ നമുക്ക് അവിടെ കിട്ടും. നല്ലൊരു ലൈറ്റും കൂടി IS ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പക്ക റിസൾട്ട് നമുക്ക് ബമ്പോട് കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു മെറ്റലും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. മെറ്റൽ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് റിവോൾവ് സർഫേസിൽ ഒരിക്കലും ഒരു ഷെയ്ഡിങ് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. സോ നമുക്കൊരു എഡ്ജ് റൗണ്ട് എന്താണ് ഒരു ഒരു ബോക്സ് വരച്ചെന്ന് വെച്ചോ. ഈ ബോക്സിൽ നമുക്ക് മെറ്റൽ കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതിന് ഗ്ലേസിങ് കൂടുതലും ഇവിടെ ഒരു കർവ് വരുവാണെങ്കിൽ, അതായത് ചാംഫേർഡ് സർഫേസിലൊക്കെ ആയിരിക്കും കൂടുതൽ മെറ്റലിന്റെ ഫിനിഷ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ഇതിന് തന്നെ ഞാൻ മോഡിഫൈ ലിസ്റ്റ് ചെയ്ത് ഞാൻ ചാംഫർ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു. ചാംഫറിൽ നമുക്ക് വാല്യൂ എത്ര വേണം, എഡ്ജ് വളച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. എഡ്ജിൽ നമുക്കൊരു വളവ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ് ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇതിനകത്ത് നമുക്ക് എഡ്ജ് അഡ്ജസ്റ്റ് ചെയ്തു, ഇതിനകത്ത് ഒരു സെഗ്മെന്റ് കൊടുത്തു വേണ്ട. അപ്പോൾ നമുക്കൊരു ചാംഫേർഡ് ഫീൽ നമുക്ക് കിട്ടിയ ചാമ്പർ ബോക്സ് വരച്ചാൽ അതിന് പകരം മോഡിഫൈ ലിസ്റ്റ് ഞാൻ ചാംഫർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമുക്കൊരു മെറ്റീരിയൽ കൊടുക്കണമെങ്കിൽ മെറ്റീരിയൽ എടുത്തെടുക്കാം, ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം, അസൈൻ ചെയ്യാം. ഇതിനകത്ത് നമുക്കൊരു ക്രോം ഫിനിഷ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റീൽ എഫക്റ്റ് ഉണ്ടാണെങ്കിൽ ഇതിനകത്ത് കളർ കുറച്ചും കൂടെ ഡാർക്കിലോട്ട് കയറ്റി കൊടുക്കാം. നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ കിട്ടും. ഇത് വലുതാണെങ്കിൽ നമുക്ക് ഷെയ്ഡിങ്സ് ഭയങ്കര ലാഗ് ആയിരിക്കും. സോ അത്രയും വലുതായിട്ട് വേണ്ട, ചെറുതൊരു മതി. കൂടാതെ ഇതിനകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഓണേ കൊടുത്ത് നമുക്ക് ഷെയ്ഡിങ് സ്റ്റൈൽസ് നമുക്ക് കാണാൻ സാധിക്കും, എസ്പെഷ്യലി റിഫ്ലക്ഷൻ ഒക്കെ വരുമ്പോൾ. ഇതിനകത്ത് ഫ്രസ്നെല്ലാം അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം, കാരണം ഇത് പെട്ടെന്ന് കടത്തി വിടുന്ന ഒരു സംഭവത്തിലാണ് ഫ്രസ്ൻ റിഫ്ലക്ഷൻ ആവശ്യം വരും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് തുടങ്ങിയുള്ള ഭാഗങ്ങളിലാണ് ഫ്രസ്ൻ റിഫ്ലക്ഷൻ ആവശ്യം കൂടുതലായിട്ട് വരും. പിന്നെ നമുക്ക് വരുന്നത് ഇതിനകത്ത് റിഫ്ലക്ഷൻ എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കേണ്ട. അതായത് റിഫ്ലക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം വേണം. വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ മിററായി മാറും. സോ അത്രയും വേണ്ട, ഹാഫിനേക്കാളും കൂടുതലായിരിക്കും ക്രോമിന് നമുക്ക് വരുന്നത്. പകുതി കൂടുതൽ നമുക്ക് റിഫ്ലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്രോം ഫിനിഷിന്റെ ഫീൽ നമുക്ക് കിട്ടും. പിന്നെ ഗ്ലേസിംഗ് എന്ന് പറയുന്നത് 2 വാല്യൂസ് ആണ്, 0.8, 0.9. 0.8 വരുന്നത് നോയിസ് റിഫ്ലക്ഷൻ ആണ്. 0.9 മുകളിൽ വരുന്നത് ഹൈലൈറ്റ് അഥവാ ഗ്ലോസി റിഫ്ലക്ഷൻ ആണ്. ഇപ്പൊ അലൂമിനിയത്തിനൊക്കെ നോയിസ് ആയിരിക്കും കൂടുതൽ വരാം. സോ 0.8 to 0.9 വാല്യൂവിൽ വരും. ഹൈ ഗ്ലോസി ആണെങ്കിൽ 0.9 to 1 വാല്യൂ ആയിരിക്കും വരാം. അപ്പോൾ 0.92 കൊടുത്തു, അപ്പോൾ നമുക്ക് ഹൈ ഗ്ലോസി റിഫ്ലക്ഷൻ ആയിരിക്കും കിട്ടുക. അതിന് നമുക്ക് 0.81 കൊടുത്തു നോക്കി, അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അലൂമിനിയത്തിന്റെ പോലത്തെ ഒരു സ്റ്റെയിൻ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ 2 വാല്യൂവിലാണ് അതിനകത്ത് വരാം. അതുപോലെ അലൂമിനിയം വരുമ്പോൾ ഇതിനകത്ത് കളർ കുറച്ചും കൂടി ഡൗൺ ആയിരിക്കും, കാരണം ഒരു വൈറ്റിഷ് ടിൻ്റ് ആയിരിക്കും വരും. ഇപ്പോൾ ഈ പാത്രത്തിലൊക്കെ ഉണ്ടാവും, അലൂമിനിയം പാത്രത്തിൽ ഒരു ഫോയിൽ പോലെ ഒരു വെള്ള കളർ ഷെയ്ഡ് ആയിരിക്കും വരാം. ക്രോം കുറച്ചും കൂടി ഡാർക്കിലോട്ട് കയറിയിട്ടായിരിക്കും ക്രോം ഫിനിഷ് വരാം. അത് നമ്മൾ നീക്കണനുസരിച്ച് ആ ക്രോമിന്റെ ഫീൽ കണ്ടോ, ഒരു ബ്ലാക്കിഷ് വരണുണ്ടോ. ഈ ഒരു ഫീലാണ് ഔട്ട്ഡോർ വരുന്ന ഹാൻഡ് റെയിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ സാധനം നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഇത് വെച്ചു, ഒരു സിലിണ്ടർ നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു, അതിന് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു 2 കോപ്പിയും കൂടി നമ്മൾ എടുത്തു. ഓക്കെ, ആ കോപ്പീനെ നമ്മൾ സെലക്ട് ചെയ്തു, അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടു. ഓക്കെ, ഇതിനെ സെലക്ട് ചെയ്ത് സെലക്ട് സിമിലർ അടിച്ചു. അതിനകത്ത് നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ഈ സാധനം തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതിനെ വലിച്ച് ഇപ്പുറത്തോട്ട് ഇടാം. അതിനകത്ത് നമുക്കിപ്പോൾ അലൂമിനിയം ഫിനിഷ് ആണ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഭയങ്കര ഡിഫറൻസ് ഒന്നും ഈ മെറ്റൽ തമ്മിലൊന്നും ഇല്ല, ഞാൻ പറഞ്ഞതുപോലെ കുറച്ചിടാം. അതിനകത്ത് റിഫ്ലക്ഷൻ കുറച്ചും കൂടി കൂടുതൽ കൊടുക്കാം. ഒരു ഫീൽ ഉണ്ടാവും, ചെറിയ ഡിഫറൻസ് ആവരുത്. ഇത് കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും, ഇത് കുറച്ചും കൂടി ലൈറ്റ് ആയിരിക്കും, ഷെയ്ഡിങ് കുറച്ചും കൂടി സ്റ്റെയിൻഡ് ആയിരിക്കും. ഓക്കെ കേട്ടോ, സ്റ്റെയിൻ കൂടുതലായിരിക്കും മറ്റേ അലൂമിനിയത്തിൽ. പിന്നെ മുകളിലൊരു ഗ്ലാസും കൂടി വേണമെന്ന് വെച്ചാൽ, ചുമ്മാ ഒരു എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ഗ്ലാസും കൂടി നമ്മൾ ഇതിനകത്ത് ഇത്രയും ഭാഗത്തേക്ക് വെക്കുവാണ്, ഫുള്ള് വേണ്ട, ചെറിയൊരു ഭാഗത്തേക്ക്. അതിൻ്റെ സെൻറ്റിമീറ്റർ ശരിക്കും 1.6 സെൻറ്റിമീറ്റർ, അത് ഏറ്റവും ഹയസ്റ്റ് ഹാർഡാണ്. അല്ലെങ്കിൽ 0.8 ഒക്കെ നമുക്ക് മതിയാവും. പോട്ടെ, ഓക്കെ. ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, ഇത് ഗ്ലാസ് ആയിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അസൈൻ ചെയ്യുക. ഡിഫ്യൂസ് ബ്ലാക്ക് ആയിരിക്കും, കാരണം നമുക്ക് കടത്തി വിടണ്ട. ഫ്രസ്നൽ റിഫ്ലക്ഷൻ ഓൺ ആയിരിക്കും. റിഫ്രാക്ഷൻ ഫുൾ വൈറ്റ് കൊടുക്കാം. അപ്പോൾ ഗ്ലാസ് ആയോ ഓൾറെഡി. പക്ഷെ ഒരു റിയലിസ്റ്റിക് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കിയതിന് ശേഷം ഇതിൻ്റെ 2 സൈഡ് സെലക്ട് ചെയ്ത് ഇവിടെ ആയിരിക്കും നമുക്ക് ഗ്ലാസിൻ്റെ കളർ കൊടുക്കുക. അപ്പോൾ ഗ്ലാസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അസൈൻ, ഇതിൽ എഡിറ്റിൽ സെലക്ട് ഇൻവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എല്ലാ എഡ്ജും സെലക്ട് ആവുന്നതാണ്. ഈ ഗ്രീൻ കളർ ഞാൻ അസൈൻ ചെയ്തു, അതിന് നമുക്കൊരു ഡാർക്ക് ടിൻറ്റിലേക്ക് നമുക്കൊരു ഒരു ഒരു പ്രത്യേക ഫ്ലൂറസെന്റ് പോലത്തെ ഒരു കളറിലേക്ക് നമുക്കിത് ആഡ് ചെയ്തതിന് ശേഷം
അതിനകത്ത് ഫ്രസ്നൽ ഓഫ് ചെയ്തേക്കാം. സോറി, അതൊരു ഗ്രീനിഷ് തന്നെ ടിൻറ്റ് മതി. കുറച്ച് ഡാർക്കിലേക്ക് ആഡ് ചെയ്യാം. പ്യുവർ ഗ്രീനിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഈ ഒരു ടിൻറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ കൊടുക്കാം. അതിനൊരു ഗ്ലെയറിങ് ഇട്ട് കൊടുത്തേക്കാം. അതിൻ്റെ ചെറിയൊരു റിഫ്ലക്ഷൻ ഇട്ട് കൊടുത്തേക്കാം. അസൈൻ ചെയ്തേക്കാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വരും. കുറച്ച് കനം കുറച്ചേക്കാം. ഇതിൻ്റെ ഒരു ഫ്ലൂറസെൻ്റ് പോലത്തെ ഒരു കളറാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ടുണ്ടാവും ഈ ഗ്ലാസ് ഒക്കെ നമുക്ക് എഡ്ജിലെടുക്കുമ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്യുന്ന ഒരു ബന്ധമാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഗ്ലാസ് തിക്നെസ് ഇൻ സെൻറ്റിമീറ്റർ ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇമേജസിലാണുണ്ടോ, നമുക്കിപ്പോൾ താഴ്ത്തിട്ട് വരികയാണെങ്കിൽ ഗ്ലാസ് തിക്നെസ് നമുക്ക് കൂടെ കൊടുക്കുമ്പോൾ എഡ്ജിൽ വരുന്ന ഒരു കട്ട് ഗ്ലാസ് ഒക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു എഡ്ജിന് വരുന്നുണ്ട് ഒരു ഡാർക്ക് ഗ്രീൻ ബ്ലൂ ടിൻ്റ് ഉണ്ട്. ആ ടിൻ്റാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. കണ്ടോ, ഇത് രണ്ടിനും ഇടയിൽ വരുന്ന ഒരു ടിൻ്റാണ് നമുക്ക് ഇവിടെ കൂടുതലും കൊടുക്കുക. അത് ഇച്ചിരി ഡാർക്ക് കൊണ്ട് ഇടുവാണെങ്കിൽ ഇങ്ങനെ ഒരു ടിൻ്റായിരിക്കും നമുക്കത് കൊടുക്കേണ്ടത്. സോ ഇതാണ് നമുക്കൊരു ക്ലിയർ ഗ്ലാസ് വരുന്നത്. എൻ്റെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ പവർ നമുക്ക് സ്റ്റാൻഡേർഡിൽ ഹൈ ക്വാളിറ്റി എടുത്താൽ നമുക്കിതിങ്ങനെ കാണാം. മറ്റുള്ളതൊന്നും കാണുന്നില്ല. സോ നമുക്ക് ലൈറ്റ് വരണം, വിയർ ഉപയോഗിക്കേണ്ടി വരും. വിയർ ലൈറ്റ് നമുക്കൊരു ടോപ്പ് ചെയ്യുന്ന ഒരെണ്ണം ലൈറ്റ് വെച്ച് കൊടുക്കാം. അതിനധികം പവറൊന്നും വേണ്ട. പിന്നെ GA ഓൺ ആക്കേണ്ടി വരും. സോ പവർ നമുക്കൊരു 3 ഇട്ട് കൊടുക്കാം. ലൈറ്റ് നമുക്ക് കാണണ്ട, റിഫ്ലക്ഷൻസ് ഓഫ് ചെയ്യാം, ഇൻവിസിബിൾ. പിന്നെ നമുക്ക് റെൻഡറിങ് സെറ്റിങ്സിൽ GA ഓൺ ആക്കേണ്ടി വരും, അല്ലാതെ വേറെ രക്ഷയില്ല. GA ഓൺ ആക്കാം. പിന്നെ അത് ഇറേഡിയൻസ് കൊടുക്കാം. സോ അതിൻ്റെ ഇറേഡിയൻസിന് ഹൈ വേണ്ട, മീഡിയം മതി. സമയം എടുക്കും. അതൊരു 600 ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റെൻഡറിങ് ടൈം കൂടെ എടുക്കും. റെൻഡർ ചെയ്യാം. നമുക്ക് രണ്ടിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മെറ്റൽ, അതുപോലെ ഗ്ലാസിൻ്റെ ഫ്രെയിം, ഫിനിഷ്, ഡെപ്ത്, ക്രോം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് കുറച്ച് ഹീറ്റ് ആവുന്നുണ്ട്. സോ ഞാനത് റീജിയൻ റെൻഡർ ഇട്ടിട്ട് ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത് റെൻഡർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് റെൻഡറിങ് സ്റ്റാർട്ടായി കഴിഞ്ഞു. ലൈറ്റിൻ്റെ പവർ കൂടുതലാണ്. മെറ്റൽ ഫിനിഷ് അറിയാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ലൈറ്റ് എടുത്ത് കളഞ്ഞാൽ ശരിയായിരിക്കും. ഇത് അടുത്ത് കിടക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. അതുപോലെ ഈ ലൈറ്റിൻ്റെ പവർ ഒരു ഇച്ചിരി കുറയ്ക്കാമെന്ന് തോന്നുന്നു. സോറി, 1.5. സോ ഇപ്പോൾ നമുക്കൊരു ഫിനിഷ് കിട്ടിയെന്ന് തോന്നുന്നു. ഐ തിങ്ക് മെറ്റലിൻ്റെ ഫീല് കിട്ടിയിട്ടുണ്ട്. ഗ്ലാസ് അടിപൊളിയായിട്ടുണ്ട്. റഫ്നെസ് സർഫേസിന് കിട്ടിയിട്ടുണ്ട്. റഫ്നെസ് കുറച്ചുകൂടി കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാവുന്നതാണ്. ഞാൻ ക്ലാരിറ്റി ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ അത്യാവശ്യം മെറ്റലിൻ്റെ എല്ലാതായിട്ടുള്ള ഫീല് നമുക്ക് ഏകദേശം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഓപ്പൺ സർഫേസ് അല്ല, കാരണം ഇതൊരു ഇന്നർ റൂമിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ഫീല് നല്ല രീതിയിൽ കിട്ടുക. കാരണം ഇതൊരു ക്ലോസ്ഡ് റൂമല്ല, ഓപ്പൺ ഏരിയ ആണ്. സോ നമുക്ക് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്ക് സൈഡിൽ വരുന്ന എല്ലാ ഭാഗവും ബ്ലാക്കിഷ് ആയിട്ടായിരിക്കും റിഫ്ലക്ഷൻ വരാം. കാരണം ഒരു മുറിയിൽ വരുമ്പോൾ ചുറ്റുമുള്ള ഡോറ് കാര്യങ്ങൾ, വുഡ്, പ്ലാസ്റ്റർ, അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഭിത്തി എടുത്തിട്ട് ഞാൻ ഒരു ആംഗിൾ സ്നാപ്പിൽ 90 ഡിഗ്രി എടുത്തിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭിത്തിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ചേഞ്ച് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ നമുക്ക് ഇവിടെ മുമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലോസ് റൂം പോലത്തെ ഒരു ഫീൽ കിട്ടുവാണെങ്കിൽ അതിൻ്റെ മെറ്റൽ ഫിനിഷ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ട, കുറച്ചും കൂടി മെറ്റലിൻ്റെ ഫീല് കൂടുതൽ കിട്ടി. കാരണം റൈറ്റ് സൈഡും കൂടി ക്ലോസ് ആയപ്പോൾ അതിൻ്റെ ഫീല്, ലൈറ്റിങ്, അതൊക്കെ കൂടുതൽ തട്ടിത്തെറിക്കുമ്പോൾ അതിൽ റിയൽ ടൈം, അതായത് നമ്മൾ റിയൽ ടൈമിൽ വരുന്ന എഫക്റ്റുകൾ തന്നെയാണ് ഇതിനകത്ത് വീറെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡെപ്ത്, മെറ്റൽ, അതുപോലെ ഗ്ലാസിൻ്റെ എഫക്റ്റ് കൂടി നമുക്ക് അഡീഷണൽ എടുക്കാൻ പറ്റി. ബമ്പ്, ഡിസ്പ്ലേസ് തുടങ്ങിയുള്ള എല്ലാ ഫിനിഷും നമുക്ക് അതിനകത്ത് തന്നെ റിയൽ ടൈമിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഐ തിങ്ക് എല്ലാം കിട്ടിയെന്നൊരു വിശ്വാസം. മെറ്റലിൻ്റെ ഫീല് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് രണ്ടെണ്ണം മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് അക്കറിലേക്കൊക്കെ പിടിപ്പിക്കുന്ന പോലത്തെ ഒരു ഫിനിഷ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഒപ്പിക്കാം. ഒരു ഭിത്തിമ പിടിപ്പിക്കുന്ന അക്കറിലേക്ക് ഗ്ലാസിൻ്റെ ഒരു ഫീല് കൊണ്ടുവരാം. സോ നമുക്ക് മെറ്റൽ ആയതുകൊണ്ട് അതിൻ്റെ ഫ്ലോ താഴത്തോട്ടും ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കേട്ടോ, എല്ലാത്തുമ്മേലേക്കും അതിൻ്റെ ഗ്ലാസിൻ്റെ ഫീല്, അതുപോലെ താഴത്തോട്ടുള്ള മെറ്റലിൻ്റെ ഫിനിഷ് ഒക്കെ നമുക്ക് പക്ക. ഇത് ഗ്ലാസിൻ്റെ മുകളിലോട്ടും ഈ മെറ്റൽ ഫിനിഷ് കയറിയിരിക്കണ കാരണം ഗ്ലാസ്സിലും അതിൻ്റെ ഒരു ബ്ലീഡിങ് നമുക്ക് ഉണ്ടാവും റിയൽ ടൈമിൽ. അതുപോലെ തന്നെ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. എഡ്ജിൽ ആ ഗ്ലാസിൻ്റെ ഫിനിഷ് നല്ല പക്ക എഫക്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലൈറ്റും കൂടി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ്, കാരണം ലൈറ്റ്, മെറ്റൽ, എഫക്റ്റ് എല്ലാം കൂടി ചേർന്നുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അതിൻ്റെ ആണ്. ആവശ്യമുള്ള ഡീറ്റെയിൽസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു.